എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗുളികയുടെ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ചധികം ഉപകാരപ്പെടുന്ന ടിപ്സാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോസ് എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചില നേരത്തെ തറയിൽ വീണ ഇതുപോലത്തെ പാടുകൾ നമ്മൾ മോപ്പിട്ടാലൊന്നും പോവില്ലല്ലേ. അപ്പോൾ നമുക്കിത് ഈ ഒരു ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പ് വെച്ച് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ചിനെ ഞാൻ നനഞ്ഞൊരു കോട്ടൺ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മോപ്പ് ഉപയോഗിച്ച് പോവാതെ ഇതുപോലെ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റുമേ. നല്ല രീതിക്ക് ഇത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ പഴയ കമ്മലിൻ്റെ ബാക്കിൽ ചെറിയൊരു ആണി പോലെ ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ കയ്യിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ 2 കമ്മലിൻ്റെ ആണി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഡേറ്റ് കഴിഞ്ഞൊരു ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമുള്ള 2 പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ടാബ്ലറ്റ് ഞാൻ ഇതുപോലെ പ്രസ് ചെയ്ത് കളയുന്നതിന് പകരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സൈഡ് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഇതേ രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. സൈഡ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉള്ളിലത്തെ ടാബ്ലറ്റ് അങ്ങ് ഊരി പോയിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മറ്റേതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് ഷേപ്പിലാണോ ആ ടാബ്ലറ്റ് ഇരിക്കുന്നത് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേ രീതിയിൽ ഞാൻ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതുപോലൊരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റാണ്. ഞാനിത് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പിൻ്റെ സൈഡിലൂടെ ഈ ഒരു ഗമ്മ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് മറ്റേതും ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാനിത് 2 ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് നെയിൽ പോളിഷ് വെച്ച് നല്ല കുറച്ചുകൂടി ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിത് നെയിൽ പോളിഷ് വെച്ച് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും. ഞാനിത് ഇങ്ങനെ നെയിൽ പോളിഷ് വെച്ച് കുറച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. പഴയ കമ്മലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് അഴിച്ചെടുത്ത് ആണിയുടെ മുകളിൽ ഞാനിത് ജസ്റ്റ് ഒന്ന് കമ്മൽ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കമ്മലിൻ്റെ സെറ്റിൻ്റെ ബാക്കിലേക്ക് ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നെയിൽ പോളിഷ് വെച്ച് നമ്മുടെ കൈ തട്ടിയിട്ട് പോയ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാനൊന്ന് നെയിൽ പോളിഷ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഞാനിത് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഇതുപോലെ ഒരു സ്റ്റോണിൻ്റെ എടുത്തിട്ടുണ്ട്. അത് ഞാനിത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കമ്മലിന് വെച്ച് കൊടുക്കാൻ പാകത്തിന് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
പൊടിയും ചെറിയ രീതിയിലുള്ള മാറാലയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കളയാനായിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിൻഡോൻ്റെ സൈഡിൽ ഇത് ചെറിയതായിട്ട് പൊടിയൊക്കെ കിടന്നിട്ടുണ്ടാവും, ചെറിയ മാറാലയും ഉണ്ടാവും. അതൊക്കെ നീക്കം ചെയ്യാനും ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമേ. പഴയ വീടിൻ്റെ വിൻഡോ ഈ ഒരു രൂപത്തിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും.